സ്മൃതി, അടിമാലി കട്ടപ്പന റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയെ തുടർന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബദേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു പാലം തകർന്നു കിടക്കുന്ന ദൃശ്യമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് നെടുങ്കണ്ടം അതുപോലെ വാത്തിക്കുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു. 2018 പ്രളയകാലത്ത് ഒന്ന് തകർന്നുപോയ പാലമാണ്, പിന്നീട് പുനർനിർമ്മിച്ചതാണ്. ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ ഈ കല്ലാർ ഡാം തുറക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ചിന്നാർ വളരെ ശക്തമായി ഒഴുകിയെത്തിയതോടുകൂടി വീണ്ടും ആ പാലം തകർന്നു പോയിരിക്കുകയാണ്. രണ്ട് പഞ്ചായത്തുകളും രണ്ട് വഴിക്കായിരിക്കുകയാണ്. വീണ്ടും ഇവിടെ പ്രദേശവാസികൾ ചേരുന്നുണ്ട്. വലിയ ആരോപണം ഈ പാലത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് എല്ലാം ഉണ്ട്. ചേട്ടാ, ഇപ്പോൾ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്, ഇത് വീണ്ടും തകർന്നിരിക്കുന്നു. അതെ, നാളിതുവരെയായിട്ട് 2018 ആദ്യമായിട്ട് ഈ പാലം തകർന്നുപോയത്. നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ഈ പാലത്തിന് വേണ്ടിയുള്ള അപ്രോച്ച് റോഡ് നല്ല രീതിയിൽ പുനർനിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത്രയും കാലമായിട്ട് രാഷ്ട്രീയക്കാരുടെ അനാസ്ഥ മൂലം ഈ റോഡ് നല്ല രീതിയിൽ പുനർനിർമ്മിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മൾ ഇത്രയും കാലം നമ്മളിവിടെ അക്കരെയുള്ള നെടുങ്കണ്ടം പഞ്ചായത്ത് 1-ാം വാർഡിൽ താമസിക്കുന്ന ഏകദേശം 500-600 കുടുംബാംഗങ്ങൾക്ക് ഇക്കരെയാണ് നമ്മുടെ എല്ലാ റേഷൻ കടകൾ വരെ ഞങ്ങൾ ഇക്കരെ വന്നാണ്, വാത്തിക്കുടി പഞ്ചായത്തിൽ വന്നാണ്. നമുക്ക് റേഷൻ സംവിധാനം എല്ലാം ഇക്കരെ പഞ്ചായത്തിലാണുള്ളത്. പക്ഷേ ഇന്ന് വരെ നമ്മുടെ ഒരു അധികാരികളുടെ ഭാഗത്ത് ഒരു അനുകൂലമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് പുലർച്ചെ ഈ അപകടം ഉണ്ടായതുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. 2-3 വാഹനം നമ്മുടെ ഈ കൂടെയുള്ള സുഹൃത്ത് ജെയിംസ് മത്യു ചള്ളവേലി എന്ന് പറഞ്ഞ ആള്, പുള്ളി രാവിലെ 3 മണിയാകുമ്പോൾ പുള്ളിയുടെ വൈഫ് സ്കൂൾ ടീച്ചറാണ്. അവര് ടൂർ പോകാൻ വേണ്ടി അവരെ പാറത്തോട് സ്കൂള് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അവരെ സ്കൂളിൽ കൊണ്ട് വിട്ടു വന്നപ്പോൾ ഈ പാലം ജസ്റ്റ് അതായത് ഒരു മിനിറ്റുകൾക്കുള്ള വ്യത്യാസമാണ് പുള്ളി ജീവൻ രക്ഷപ്പെട്ട് പുള്ളി വീട്ടിലേക്ക് കടന്നു വരാൻ പറ്റിയത്. 6 മണിയായപ്പോഴാണ് പുള്ളി ഇവിടെ കടന്നത്. 6:15 ആയപ്പോഴത്തേക്ക് ഈ പാലവും ഇല്ല. പാലത്തിന്റെ നാമവശേഷമായി പാലം തകർന്നു പോവുകയാണ് ചെയ്തത്.